السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله وحده والصلاة والسلام على من لا نبي بعده. ബഹുമാനിയരെ, നമ്മൾ സൂറത്തുൽ മുൽക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂറത്തുൽ മുൽക്കിലെ 5 ആയത്തുകൾ അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇൻഷാ അള്ളാഹ് ബാക്കിയുള്ള ആയത്തുകൾ നമുക്കിന്ന് പഠിക്കാവുന്നതാണ്. ഇന്ന് 2 ആയത്തുകളാണ് നമ്മുടെ പാഠം, 6ഉം 7ഉം. പാഠം ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وللذين كفروا بربهم عذاب جهنم وبئس المصير. إذا ألقوا فيها سمعوا لها شهيقا وهي تفور. وللذين كفروا بربهم عذاب جهنم وللذين ഈ കാണുന്ന രണ്ടാമത്തെ ലാം മണിക്കരുത്, കട്ടിയാക്കിയാൽ മാത്രം മതി. വലില്ലദീന എന്ന് ഉച്ചരിക്കരുത്. വലില്ലദീന കഫറൂ ബിറബ്ബിഹിം അദാബു ജഹന്നം. ഈ നൂനിനെ മണിച്ച് കട്ടിയാക്കി ഉച്ചരിക്കണം. എന്നുച്ചരിക്കരുത്, പെട്ടെന്ന് ഓതിപ്പോകണം. മസീർ, ഇത് സ്വാദാണ്. മസീർ, റായെ മുഴപ്പിക്കരുത്, മസീർ എന്നുച്ചരിക്കരുത്. വബിസൽ മസീർ. ഇദാ ഉൽഖൂ ഫീഹാ ഇദാ മദ് മുൻഫസിൽ, 4ഓ 5ഓ അലിഫ് അവിടെ നീട്ടണം. إذا ألقوا قاف إذا ألقوا كاف ഉച്ചരിക്കുക, ഉൽക്കൂ എന്ന് പറയരുത്. إذا ألقوا فيها سمعوا ഐൻ, സമീഉ ഇത് ഐനാണ്, തൊണ്ടയുടെ നടുക്ക് നിന്നും സമീഉ ലഹ شهيقا وهي شهيقا قاف شهيقا വാവിനെ കട്ടിയാക്കുകയും മണിക്കുകയും വേണം. شهيقا وهي تفور. ഇനി ഞാൻ തബാറക്ക് മുതൽ 1-ാമത്തെ ആയത്ത് മുതൽ 7-ാമത്തെ ആയത്ത് വരെ ഞാൻ ഒരു പ്രാവശ്യം പാരായണം ചെയ്യുന്നതാണ്. പാഠം ശ്രദ്ധിക്കുക.
أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تبارك الذي بيده الملك وهو على كل شيء قدير. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير. ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين وأعتدنا لهم عذاب السعير. وللذين كفروا بربهم عذاب جهنم وبئس المصير. إذا ألقوا فيها سمعوا لها شهيقا وهي تفور. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ പഠിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. നമ്മുടെ ഈ ഒരു പഠന ക്ലാസ്സിൽ പിന്നീട് വന്നവരായ പഠിതാക്കളോട് പറയാനുള്ളത്, നമ്മുടെ കഴിഞ്ഞു പോയ ക്ലാസ്സുകൾ അതൊക്കെ അൽഹംദുലില്ലാ യൂട്യൂബിൽ കിടപ്പുണ്ട്. ആ ക്ലാസ്സുകൾ, ആ യൂട്യൂബിൽ ഉള്ള ആ ക്ലാസ്സുകളിൽ നിന്നും നിങ്ങൾക്ക് പ്രയോജനപ്പെടാവുന്നതാണ്, പഠിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ, മദ്രസ സ്കൂള് വിദ്യാർത്ഥികൾ, അവർക്കും കൂടെ പഠിക്കാൻ കഴിയുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരും ഖുർആൻ നോക്കി പാരായണം ചെയ്ത് പഠിക്കാനാണെങ്കിലും അതല്ല ഹിഫ്ള് മനപ്പാഠം പഠിക്കാനാണെങ്കിലും അതിനൊക്കെ അൽഹംദുലില്ലാ സൗകര്യമുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ ക്ലാസ് ഉള്ളത്. അതുകൊണ്ട് അത് പ്രയോജനപ്പെടുത്തണം. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്ക് നൽകുന്ന വലിയ അനുഗ്രഹമാണിത്. ഈ അനുഗ്രഹത്തെ നമ്മൾ ആവശ്യക്കാരായി അള്ളാഹുലേക്ക് ഇരു കരങ്ങളും നീട്ടി അവനിലേക്ക് യാചന നടത്തിക്കൊണ്ട് നമ്മൾ ഈ അനുഗ്രഹത്തെ നമുക്ക് വേണ്ടി നമ്മൾ സ്വീകരിക്കണം. അതിലൊന്നാമത്തെ കാര്യം ഉള്ളിലെ ആഗ്രഹമാണ്. ഖൽബിൽ ഖുർആൻ പഠിക്കണമെന്നുള്ള ആഗ്രഹം. ലോകത്തുള്ള പല വിഷയങ്ങളും നമ്മൾ പഠിക്കാറുണ്ട്, പല പുസ്തകങ്ങളും വായിക്കാറുണ്ട്. പക്ഷെ ഇന്നേ വരെ ഖുർആനെ നമ്മൾ ആ രീതിയിൽ ഏതൊരു ആത്മാർത്ഥതയോടുകൂടി മറ്റ് വിഷയങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യുന്നുവോ, മറ്റ് അറിവുകൾ നമ്മൾ സമ്പാദിക്കുന്നുവോ, വിശുദ്ധമായ ഖുർആനിനെ നമ്മൾ ആ ഒരു ആത്മാർത്ഥതയോടുകൂടി സ്വീകരിച്ചിട്ടുണ്ടോ? നമ്മളോട് ചോദിക്കണം. വിശുദ്ധ ഖുർആനെ, അതിൻ്റെ അർത്ഥത്തെ, അതിൻ്റെ വ്യാഖ്യാനത്തെ നമ്മൾ പല പുസ്തകങ്ങളും വായിക്കും, പക്ഷെ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട അറിവ് നമ്മൾ നേടിയിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മാപ്പ് നൽകുമാറാകട്ടെ. ആമീൻ. നമ്മൾ അതിൽ കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു നമുക്ക് മാപ്പ് നൽകട്ടെ. ആമീൻ. സൂറത്തുൽ മുൽക്ക് ദിവസവും ഓതേണ്ട സൂറത്താണ്. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഈ സൂറത്ത്, ഈ പാഠം തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞതാണ്. വീണ്ടും ഒന്നും കൂടെ പറയുകയാണ്.
ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് സൂറത്തുൽ മുൽക്ക് നിർബന്ധമായും നിങ്ങൾ പാരായണം ചെയ്യണം. കാരണം ഖബറിലെ അദാബിൽ നിന്നും ഖബറിലെ ശിക്ഷയിൽ നിന്നും ഈ സൂറത്ത് കവചമാണ്. ഈ സൂറത്ത് ഖബറിൽ നമുക്ക് സംരക്ഷണമാണ്, ഖബറിലെ അദാബിൽ നിന്നും ഖബറിലെ ശിക്ഷയിൽ നിന്നും. അതുകൊണ്ട് ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്തിട്ട് വേണം ഉറങ്ങാൻ. അതുപോലെ ഈ സൂറത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിന് അർത്ഥവും പഠിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഇതിൻ്റെ വ്യാഖ്യാനവും പഠിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. ആമീൻ. വളരെ ഹൃദയത്തെ പിടിച്ചു കുലുക്കുന്ന ആയത്തുകളാണ്. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിലേക്ക് നമ്മുടെ മസ്തിഷ്കത്തെ കൊണ്ടുപോകുന്ന ആയത്തുകളാണ്. ശേഷം അള്ളാഹുവിൻ്റെ അസാബ്, അവൻ്റെ നരകത്തിൻ്റെ ആ ഒരു ഭയാനകമായ ശിക്ഷ, സത്യനിഷേധികൾക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വച്ചിരിക്കുന്ന ശിക്ഷ, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ആയത്തിൽ വലില്ലദീന കഫറൂ ബിറബ്ബിഹിം അദാബു ജഹന്നം വബിഅ്സൽ മസീർ. ഇന്നത്തെ പാഠം ഇദാ ഉൽഖൂ ഫീഹാ സമിഉ ലഹാ ഷഹീഖൻ വഹിയ തഫൂർ. അതിനൊക്കെ അർത്ഥമൊന്ന് എടുത്തു നോക്കിയാൽ ഹൃദയം പിടയ്ക്കും. നമ്മുടെ സത്യനിഷേധികൾക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്ന അദാബ്, ആ ഒരു നരകത്തിലേക്ക് അവരെ വലിച്ചെറിയുന്ന സമയത്ത് നരകം അതിൻ്റെ ആ ഒരു ക്ഷുഭിതമായിക്കൊണ്ട് സർവഗാംഭീര്യത്തോടുകൂടി സർവകോപത്തോടുകൂടി നരകം പൊട്ടിത്തെറിക്കുന്നൊരവസ്ഥയായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നരകത്തിലെ ശിക്ഷയിൽ നിന്നും നമ്മളെയും നമ്മുടെ കുടുംബത്തെയും സന്താന പരമ്പരകളെയും അള്ളാഹു കാക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.